ഞാൻ എന്നും ഈ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ട്. ഇന്ന് എൻ്റെ ഒരു ചെറിയ ഡേ മൈ ലൈഫാണ് കേട്ടോ. ആക്ച്വലി ഡേ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ചെറിയ മോർണിംഗ് ലൈഫ് പോലത്തെ ഒരു വ്ളോഗാണ് കേട്ടോ. അതായത് രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ ഞാൻ വെളുപ്പിന് ഞാൻ എണീച്ചതാണ് കേട്ടോ. അപ്പോൾ നല്ല മഴയൊക്കെ ആയിരുന്നു. പിന്നെ ആ മഴയത്ത് നല്ല തണുപ്പായിരുന്നു. പിന്നെ എങ്ങനെ എണീക്കുന്നതെന്നൊക്കെ ഓർത്തിട്ട് പിന്നെ ഞാനവിടെ കിടന്നു. പിന്നെ കുറച്ച് നേരം വെളുത്തതിന് ശേഷം കേട്ടോ ഞാൻ എണീച്ച് കിച്ചണിലേക്ക് വന്നത്. അതിന് നല്ല തലവേദന ഉണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വ്ളോഗൊക്കെ സ്കിപ്പ് ചെയ്യണവർക്ക് സ്കിപ്പ് ചെയ്യാം, അല്ലാത്തവർക്ക് ഫുള്ളായിട്ട് കാണുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ തലയൊക്കെ തിരുമ്മിക്കൊണ്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. ആക്ച്വലി ഞാൻ വ്ളോഗ് എടുക്കുന്ന ദിവസങ്ങളിലാട്ടോ രാവിലെ വാതിലൊക്കെ തുറന്ന്, അതായത് ഫ്രണ്ട് ഡോറൊക്കെ തുറന്ന് പുറത്തേക്ക് വരുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ നേരെ കിച്ചണിലേക്ക് കയറും, അങ്ങോട്ട് കുക്കിംഗ് പരിപാടികളൊക്കെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇന്ന് വാതിലൊക്കെ തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു അന്തരീക്ഷം. പക്ഷേ ഇപ്പം തന്നെ മഴ പെയ്യുമെന്നുള്ള രീതിയിൽ മാനം പൊട്ടാവുന്ന രീതിയിലാട്ടോ ഇപ്പോൾ നിൽക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്യുമായിരിക്കും. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളൊരു സൂത്രം കാണിച്ചു തരാം. ഇത് തന്നെയാണ് ഓൾറെഡി എൻ്റെ ഷോർട്സിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ, കിളിക്കൂട്. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് കുറേ ഉണ്ട്, കുറേ പ്രാവശ്യം ഇങ്ങനെ വന്നിരുന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കിളിക്കൂടൊന്നും ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ ഉണ്ടല്ലോ, അതേ പുതിയൊരു കിളിക്കൂട് കണ്ടു കേട്ടോ. അപ്പോൾ ഈ പുതിയ കിളിക്കൂടുണ്ടല്ലോ, പുതിയതായിട്ടുള്ള രീതിയിൽ അത് കാണുമ്പോൾ അറിയാമല്ലോ, പുതിയ കിളിക്കൂട് കാണുമ്പോൾ. ആക്ച്വലി ഈ കിളി ഉണ്ടല്ലോ ഇവിടെ നേരത്തെ കുറേ കിളിക്കൂട് അതിൻ്റെ അകത്ത് ഓൾറെഡി ഉണ്ട്, അതിലിരുന്നത്. പിന്നെ നെക്സ്റ്റ് ഡേ ചെന്നപ്പോൾ ഉണ്ടല്ലോ, ഈ കിളി ഉണ്ടല്ലോ പുതിയ കിളിക്കൂട് അങ്ങോട്ട് ഉണ്ടാക്കി. അതും കിഴക്ക് ദിശ നിന്ന്. ഞങ്ങളുടെ കിഴക്ക് ദിശ എന്ന് പറയുന്നത് ഈ കനാലിൻ്റെ സൈഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് അറിയില്ല. ഇപ്പോൾ ദേ ഈ സൈഡ് തിരിഞ്ഞ് നിൽക്കുന്നത് കിഴക്ക് ദിശയാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് തിരിച്ച് ഇങ്ങനെ കിളിക്കൂട് വെച്ചേക്കാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടോ, ഈ കിളികളും ദിശ നോക്കിയിട്ടാണോ കൂട് വെക്കണേന്നൊക്കെ. ഇനിയിപ്പോൾ എൻ്റെ കാക്ടസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, കാക്ടസ് മൊത്തത്തിൽ ഇങ്ങനെ വളർന്ന്, അതായത് ടെറസ് കംപ്ലീറ്റ് ഫില്ലായി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ അതിൽ ഫ്ലവറോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. എന്നാലും 2-3 ഫ്ലവറൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാക്ടസ് നട്ട് കഴിഞ്ഞാൽ അതിൽ പാമ്പ് കയറില്ല എന്നുള്ളത്. അതെനിക്കൊരു ഡൗട്ടായിരുന്നു കേട്ടോ ശരിക്കും. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, അതിലൊരു അരണ കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പിറ്റേന്നുണ്ടല്ലോടാ, അതിൻ്റെ അരണ, അതിൽ കിടന്ന അരണ ഉണ്ടല്ലോ ചത്തുപോയിടാ. ഞാനാണെങ്കിൽ അതിൻ്റെ മേലെ റൂഫ് ഇട്ടിട്ടുണ്ടല്ലോ, അതിലിങ്ങനെ അരണ ചത്തെടുക്കണ കണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി ഞാൻ ആ അരണ ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ, അത് ജീവൻ വെടിഞ്ഞുകൊണ്ടിരിക്കുന്ന സീനറി ആയിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അതായത് ആ മുള്ളൊക്കെ കുത്തിക്കൊണ്ട് അരണയ്ക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതാണ് ഞാൻ കണ്ടത്. പക്ഷേ ഞാൻ അതിൽ നിന്നൊന്നും ഓടിച്ചു വിടായിരുന്നെങ്കിൽ അരണ രക്ഷപ്പെട്ട് പോയത്. പക്ഷേ ആ പ്ലാന്റിൽ അരണ അത്രയും നേരം ഇരുന്ന് ആ മുള്ളിൻ്റെ കുത്തു കൊണ്ട് അത് അവിടെ ഇരുന്ന് ചത്തുപോയിടാ. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇനി ജീവന് കൊതിയുള്ള ഒരു പാമ്പും അതിലേക്ക് കയറില്ല എന്നുള്ളത്. അരണിയാകുമ്പോൾ അതിങ്ങനെ ചാടി ചാടി കയറുന്ന ഒരു ഇൻസെക്റ്റ് ആണല്ലോ, ഇൻസെക്റ്റ് അല്ല ഒരു ജീവിയാണല്ലോ. അപ്പോൾ പിന്നെ അതിനങ്ങോട്ട് അവിടെ നിന്ന് ചാടി രക്ഷപ്പെടാനും പറ്റിയില്ല, അതിങ്ങനെ ക്യാച്ച് ചെയ്ത് ഇങ്ങനെ പിടിച്ചിരുന്നു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, അതിലിങ്ങനെ പാമ്പൊന്നും കയറില്ല കേട്ടോ. അതുകൊണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സായ കൂട്ടുകാർ ധൈര്യമായിട്ട് കാക്ടസ് ഒക്കെ മേടിച്ച് വീട്ടിൽ വെച്ചോട്ടോ, നല്ല ഭംഗിയായിരിക്കും. ഈ വേനൽക്കാലത്തൊക്കെ ഉണ്ടല്ലോ നല്ല ഫ്ലവറായിരിക്കും കേട്ടോ, നല്ല ഭംഗിയായിരിക്കും മഞ്ഞപ്പൂക്കളൊക്കെ ഇട്ട് നിൽക്കണ കാണാനായിട്ട്. പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നപ്പോൾ ഉണ്ടല്ലോടാ, നല്ല മഴയായിരുന്നു കേട്ടോ, നല്ല നല്ല ശക്തമായ മഴയായിരുന്നു. അപ്പോൾ പിന്നെ അതൊന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേലോട്ട് വന്നതാണ് കേട്ടോ. ആക്ച്വലി ഞാൻ ഇങ്ങനെയൊന്നും മഴയൊന്നും ആസ്വദിച്ച് എനിക്ക് നിൽക്കാനുള്ള ടൈമൊന്നും കിട്ടാറില്ല. ഇന്ന് കുട്ടികൾക്ക് സ്കൂളിലൊന്നും പോകാനില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ കയറി നിന്ന് ഒരു വ്ളോഗിൽ പോരാത്തിന് എൻ്റെ കാക്ടസ് എന്തോരം വളർന്നു എന്നുള്ളതും കാണിച്ചു. എൻ്റെ ഇത്രയും വളർന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. പിന്നെ ആ റൂഫ് ഇട്ടേക്കല്ലേ, അതിലേക്കൊക്കെ കംപ്ലീറ്റ് ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വളർന്ന് ഈ ടെറസിൻ്റെ ഉള്ളിൽ കൂടെ, അതായത് നടക്കുന്ന ഭാഗമൊക്കെ ഇല്ലേ, കംപ്ലീറ്റ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ചെന്നിട്ട് ആ പടർന്ന്, അതായത് തറയിൽ നമ്മൾ നടക്കൂലേ, ആ നടക്കുന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുക ഇങ്ങോട്ടേക്ക്. അപ്പോൾ അത് ഞാനിങ്ങനെ മടക്കി വെച്ച് ആ കമ്പിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കെട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും അത് പെട്ടെന്ന് ഇങ്ങനെ ഗ്രോ ആയി വളർന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. പിന്നെ അതേ റോഡിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഞാൻ നേരത്തെ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് കേട്ടോ. ഞാനിപ്പോൾ നട്ട പ്ലാന്റൊക്കെ ഏകദേശം ഈ വീടിൻ്റെ കയറ്റിലേക്കൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ വിജനമായിട്ട് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ടാണ്. പിന്നെ ഈ പ്ലാന്റ്സ് ഒക്കെ ഇവിടെ നട്ട് പൊങ്ങിയതിന് ശേഷമാണ് ഒരു പ്രൈവസി കിട്ടിയത്. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ പ്ലാന്റ്സ് ഒന്നും വെക്കണമെന്ന് വിചാരിച്ചതല്ല കേട്ടോ. ചെറിയ എന്തെങ്കിലും പൂച്ചെടികളൊക്കെ വെച്ചാൽ മതി എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷെ ഞാനുണ്ടല്ലോടാ, നമുക്കുണ്ടല്ലോ ഒട്ടും പ്രൈവസി കിട്ടില്ലായിരുന്നു. കാരണം അവിടെ റോഡുണ്ട്, എപ്പോഴും മനുഷ്യർ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോകുമല്ലോ. അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്ത് നിന്നാലും ഇപ്പം മുറ്റത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റില്ല. നമുക്കിങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നോക്കി പോകും. എനിക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ നോക്കി പോകുമ്പോൾ വല്ലാത്തൊരു പ്രൈവസി കുറവ് എനിക്ക് ഫീൽ ചെയ്തിട്ടാണ്. അപ്പോൾ ഇതാകുമ്പോൾ ഉണ്ടല്ലോടാ, നമുക്ക് ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സുകളുടെ തൈകളാണ് ഞാൻ കൂടുതൽ നട്ടേക്കുന്നത്. അങ്ങനെ നടാണെങ്കിൽ നമുക്ക് പ്രൈവസിയും കിട്ടും, നമുക്ക് പിന്നെ ആവശ്യമുള്ള ഫ്രൂട്ട്സും കിട്ടും. അങ്ങനെ വിചാരിച്ച് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങോട്ട് നട്ട്, അതായത് പ്ലാവ്, കടച്ചക്ക, പിന്നെ ഫ്രൂട്ട്സിൽ റംബൂട്ടാൻ, അതൊക്കെ അറിയാലോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കറിവേപ്പ്, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ ഞാൻ നിരത്തി പിടിച്ചങ്ങോട്ട് നട്ടു കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഗ്രോ ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഹൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു കുറ്റിക്കാടിൻ്റെ ഉള്ളിൽ വീട് നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ പുറത്ത്, അതായത് ആ പുതിയ റോഡൊക്കെ ഉണ്ടല്ലോ, ആ റോഡിലേക്ക് ഇറങ്ങി നിന്നപ്പോൾ ഉണ്ടല്ലോ, വീട് ഒന്നും കാണാനില്ല. ഇപ്പുറത്തെ സൈഡിൽ നിന്ന്, അതായത് ആ മരം നിൽക്കുന്ന സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഈ മരങ്ങൾ വന്നിട്ട് ഇങ്ങനെ മൂടി കിടക്കുക. അപ്പോൾ നമ്മൾ
നമ്മളിങ്ങനെ നോക്കുമ്പോൾ വീടൊന്നും കാണാനില്ല, കാണുന്നത് മൊത്തം ഇങ്ങനെ മരങ്ങൾ. ശരിക്കും പറഞ്ഞ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലൊരു വീട്, അതെൻ്റെ ഒരു സ്വപ്നം കേട്ടോ, ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ വീട്. പക്ഷേ എനിക്കുണ്ടല്ലോ ഈ പാമ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. ഇടയ്ക്ക് ഈ മരത്തിൻ്റെ മേലെ കൂടെയൊക്കെ ചെറിയ ചേരയൊക്കെ കയറി പോകാറുണ്ട്. പക്ഷെ അന്നത്തെ ദിവസം ഞാൻ പുറത്തേക്ക് ഇറങ്ങാറ് കൂടിയില്ല കേട്ടോ. എനിക്ക് പാമ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാന്നേ. ഒരു ദിവസം പാമ്പ് ഈ മതിലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ, അതായത് മുകളിൽ കൂടെ ഇങ്ങനെ പോകുന്നു. അപ്പം ഞാൻ അകത്ത് നിൽക്കായിരുന്നു. അപ്പം ഒരു ചെറിയ ചേരയായിരുന്നു കേട്ടോ. അപ്പം ഞാനത് കണ്ടിട്ട് എനിക്ക് വീടിൻ്റെ, അതായത് കിച്ചണിൻ്റെ അകത്ത് പോലും എനിക്ക് മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റിയില്ല. കാരണം ഈ കിച്ചണും അതിനും തമ്മിൽ വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ലല്ലോ. എനിക്ക് അവിടെ ഇരുന്നിട്ട് തന്നെ ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ ആ പാമ്പ് വന്ന് പോയതിൻ്റെ ആ ടെൻഷൻ മാറിയത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണെന്ന് അറിയാമോ? ഒരു 1.5 ആഴ്ച 2 ആഴ്ചയൊക്കെ എടുത്തിട്ട്. എന്നാലും ഞാനിപ്പം പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ആ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം മേലോട്ട് നോക്കും, താഴേക്ക് നോക്കും, അങ്ങനെയാണ് ഞാൻ നടക്കുന്നത്. അല്ലാണ്ട് കറക്റ്റ് നമ്മളിങ്ങനെ നേരെ പോണ പോലെ അങ്ങനെ പോകാറില്ല. ആ അന്നത്തെ ഓർമ്മ എനിക്ക് ഇപ്പോഴും ഇങ്ങനെ കിടക്കുകയാണ്. അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഒരു പേടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് അടുത്ത് തന്നെ ഞാൻ വെട്ടി കളയും. എന്നെപ്പോലെ പ്ലാന്റ്സിനോടൊക്കെ അമിതമായിട്ടുള്ള ഭ്രാന്തുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്കെന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട്, അതായത് വീട് മൊത്തത്തിൽ ഇങ്ങനെ പച്ചിച്ചിരിക്കണം, അങ്ങനത്തെ ഒരു ഇത് ആട്ടോ എനിക്കിഷ്ടം. പിന്നെ ഈ പ്ലാന്റ്സ് ഒക്കെ വയ്ക്കുമ്പോൾ ഒത്തിരി ടെൻഷനൊക്കെ റിലീഫാവും. അതിൻ്റെ അകത്തേക്കൂടെ ഇങ്ങനെ നടക്കുമ്പോഴേക്കും ഒരു മൊത്തത്തിലൊരു സമാധാനം. അതുകൊണ്ട് എനിക്കിങ്ങനെ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് കുറേ പ്ലാന്റ്സ് ഇങ്ങനെ വയ്ക്കും, ഒത്തിരി പ്ലാന്റ്സ് വയ്ക്കും. എത്രത്തോളം സങ്കടം ഉണ്ടാകുന്നോ അത്രത്തോളം പ്ലാന്റ്സ് വയ്ക്കുമ്പോൾ എനിക്കൊരു ചെറിയ സമാധാനം കേട്ടോ. അപ്പോൾ അങ്ങനെ വെക്കുന്നതാണ്. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഒരു ഇഡ്ഡലി ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി, ചട്നി, ഇതൊക്കെയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കുന്നത്. പൊതുവെ മഴയുള്ള ദിവസങ്ങളിലുണ്ടല്ലോ, ഞാൻ ഇവിടെ ഇഡ്ഡലി മാവിന് കലക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊങ്ങാറൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ ഇഡ്ഡലിയൊന്നും ഇഷ്ടമല്ല കേട്ടോ, ഇഡ്ഡലി, ദോശ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ല. പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ അത് മസ്റ്റായിട്ട് ഉണ്ടാക്കും കേട്ടോ, കാരണം ഇത് ഉണ്ടാക്കി വയ്ക്കാൻ എളുപ്പമാണ്. അത് മാത്രമല്ല ഇതിനായിട്ടുള്ള കറി ഉണ്ടല്ലോ, ചട്നിയാണ്. ചട്നി ആകുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാമല്ലോ, അതൊക്കെ വറുത്തിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു, 1.5 കിലോ ചെമ്മീൻ മേടിച്ചതാണ് കേട്ടോ. അത് ഞാൻ 3 ദിവസത്തേക്കായിട്ട് എൻ്റെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞത് 3 ദിവസത്തേക്ക് വെക്കണ്ടാമെന്ന് വിചാരിച്ചതല്ല കേട്ടോ. ഞാനാണെങ്കിൽ ഇത് 3 ദിവസത്തേക്ക് വെച്ചത്. ഇവിടെയാണെങ്കിൽ ഉണ്ടല്ലോ, വേറെ ഏത് ഫിഷ് മേടിച്ചാലും കറിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഇഷ്ടപ്പെടില്ല. പക്ഷേ ചെമ്മീനാണെങ്കിൽ ചോറ് കൂടുതൽ കഴിക്കും കേട്ടോ. അതാകുമ്പോൾ ചാറ് കറി ആകുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ഇരിക്കുമല്ലോ. സത്യം പറഞ്ഞത് മേടിച്ചിട്ട് ഒറ്റയടിക്ക് ഫ്രൈ ആക്കി തീർത്ത് കഴിഞ്ഞാൽ തീരാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചെമ്മീൻ്റെ കറിയുടെ റെസിപ്പി വേണമെങ്കിൽ അത് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിൽ ഞാൻ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ലെങ്ത് കൂടി പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് മാറ്റിച്ചേക്കാം. അത് ഞാൻ പിന്നെ ഒരു ദിവസം അപ്ലോഡ് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കറിവേപ്പില തീർന്നിട്ടുണ്ടായിരുന്നു, നേരെ പോയിട്ട് കറിവേപ്പില കുടിച്ചിട്ടാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു രസം ഉണ്ടായിട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ചെമ്മീൻ മേടിച്ചപ്പോൾ അന്നത്തെ ദിവസം തന്നെ കറി വെച്ചിട്ടുണ്ടായിരുന്നേ. അന്ന് ഞാൻ മാങ്ങയിട്ടിട്ടാണ് ചെമ്മീൻ കറി വെച്ചത്. പക്ഷേ അന്ന് മാങ്ങയിട്ടിട്ടുണ്ടല്ലോ കുറച്ച് കൂടിപ്പോയി, അതായത് നമ്മൾ മാങ്ങ ഇട്ടപ്പോൾ കുറച്ച് കൂടിപ്പോയി. പിന്നെ അത് കൂടാണ്ട് ഞാൻ എക്സ്ട്രാ കുറച്ച് കുടപ്പുളിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് വെന്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, മാങ്ങ കുറച്ച് ഓവറായിട്ട് കുക്കായിപ്പോയി. അതായത് ആ മാങ്ങ ഉണ്ടല്ലോ വെന്ത് കഴിഞ്ഞപ്പോൾ ആ ചെമ്മീനിലേക്ക് അങ്ങോട്ട് ഇടുക്കി ചേർത്ത് പോയിട്ട്. സത്യം പറഞ്ഞാൽ അന്നത്തെ ആ പ്രിപ്പറേഷനിൽ പറ്റിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഓവറായിട്ട് മാങ്ങ ആഡ് ചെയ്യുകയും ചെയ്ത് കുടപ്പുളിയും കൂടി കൂടെ തന്നെ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ അത് ഓവറായിട്ട് വെന്തും പോയിട്ടുണ്ടായിരുന്നില്ല. ആയിട്ട് മാങ്ങയൊക്കെ അതിലിങ്ങനെ വെന്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേവിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ എൻ്റെ വേറെ പണികളിലേക്കൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓവറായിട്ട് അത് കുക്കായി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എല്ലാവരും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തെറ്റി പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. മാങ്ങ ഇട്ടതുകൊണ്ട്, അതായത് സ്കൂളിലിട്ടതുകൊണ്ട് തന്നെ ഓവറായിട്ട് പുളി ഉണ്ടായിരുന്നു കേട്ടോ. മിനിമം അതിന് ചെമ്മീൻ മാങ്ങയിലിട്ടതോ അല്ലെങ്കിൽ ചെമ്മീൻ പുളിയിലിട്ടതോ അങ്ങനെയൊക്കെ പറയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു അവസ്ഥയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് കട്ട് ചെയ്തപ്പോൾ കുറച്ച് കൂടുതലായിട്ട് മാങ്ങ ആഡ് ചെയ്ത് പോയതിൻ്റെ പ്രശ്നമാണ് കേട്ടോ. കാരണം എനിക്ക് ഈ മാങ്ങ ഉണ്ടല്ലോ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ മാങ്ങ മേടിച്ചത് അവിടെ നല്ല ഉണ്ട മാങ്ങയുടെ വലിയ മാങ്ങ. അതാണെങ്കിൽ അത്യാവശ്യം പുളി, ഓവർ പുളിയില്ല, അത്യാവശ്യം പുളിയുണ്ട്. അത് നമ്മൾ കറിയിലിട്ടാലുണ്ടല്ലോ അത് നല്ല പൂള് പോലെ കിടക്കും. അങ്ങനത്തെ മാങ്ങയായിരുന്നു കേട്ടോ. ഞാൻ ഒരിടക്ക് അവിടെ പോയി മേടിച്ചിട്ട് ഞാൻ അച്ചാറിട്ടതാണ്. അത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ആ സൂപ്പർ മാർക്കറ്റിൽ പിന്നെ പോയപ്പോൾ മേടിച്ചതാണ് കേട്ടോ. അങ്ങനെ എനിക്ക് ആ മാങ്ങ വെറുതെ ഫ്രിഡ്ജിലിരിക്കുകയാണല്ലോ, അപ്പോൾ കുറച്ച് പുളി കൂടുതലിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടുമെന്ന് വെച്ച് അങ്ങനെ ഇട്ട് പോയത്. പിന്നെ അത് എൻ്റെ ഇഡ്ഡലിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഇഡ്ഡലിയിലുണ്ടല്ലോ ഓവറായിട്ട് വൈറ്റ് കാണില്ല, കാരണം ഞാൻ ഈ മദേഴ്സിൻ്റെ അരി ആട്ടോ ഉപയോഗിക്കണേ, അതായത് കുത്തരി. അപ്പോൾ ഈ കുത്തിരി ചേർക്കുമ്പോൾ നമുക്ക് പ്യുവർ വൈറ്റ് കിട്ടില്ല. കുറച്ച് അറിയാലോ, കുത്തരിയിൽ ഇങ്ങനെ ഉമി ഉണ്ടാവും. അപ്പോൾ ആ ഉമിയുടെ കളറോട് ചേർന്നിട്ടുള്ള ഇഡ്ഡലി ആയിരിക്കും തന്നെ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടോ, പിന്നെ നല്ല ഓവറായിട്ട് പുളിയില്ല, എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. പിന്നെ ചമ്മന്തിയുടെ റെസിപ്പിയൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. എൻ്റെ ഇഡ്ഡലിയുടെയും ചമ്മന്തിയുടെയൊക്കെ റെസിപ്പിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാനിങ്ങനെ സാധാരണ വീട്ടിൽ വയ്ക്കുന്ന, അതായത് ഡെയിലി വീട്ടിൽ വയ്ക്കുന്നതൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ നേരെ വന്നിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളിലേക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എൻഗേജ്ഡ് ആയിരുന്നു. ഇനി വാഷിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയ മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. ഇന്ന് വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ട്, ആ റൂമിൽ മാറിയിരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവർക്കൊന്നും എൻ്റെ ഈ വ്ളോഗിലേക്ക് വരാൻ ഒട്ടും താല്പര്യമില്ല. അവർക്ക് ഇങ്ങനെ ഫേസൊക്കെ കാണിക്കുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെയാണ്. ഇനി ഭാവിയിൽ അതൊക്കെ മാറുമായിരിക്കും എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി പുതിയൊരു വ്ളോഗായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ഓക്കെ, ബൈ.